അപ്പോൾ എല്ലാവർക്കും കേരള വ്ളോഗ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നായിരിക്കുന്നത് നമ്മുടെ ഒരു ഫിഷി ഫ്രണ്ട്സ് അക്വാ ഫാം എന്നൊരു ഫാമിലാണ്. അത് നമ്മുടെ നെടുമങ്ങാട് തളിക്കമുകൾ എന്നൊരു സ്ഥലത്താണ്. അപ്പം നമുക്ക് ഇവിടെ 5 ഐറ്റം ഫിഷസ് ഇവിടെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽ ഫിഷ്, സിക്ലെറ്റ്സ്, പ്ലാറ്റി, പിന്നെ നമ്മളെ ഗപ്പീസും, പിന്നെ നമ്മളെ ബെറ്റാസ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഈ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമുക്ക് എന്തായാലും ഫാം വിസിറ്റിലോട്ട് അങ്ങോട്ട് പോകാം. ഏഞ്ചൽ ബ്രീഡിംഗ് ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നമുക്കിവിടെ സൈഡിൽ ആർട്ടീമിയ വിരിയിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആർട്ടീമിയ സിസ്റ്റമൊക്കെ ഏഞ്ചൽസിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഏഞ്ചൽസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് pH ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മുടെ ഈ ഫാമിൽ, ഫിഷി ഫ്രണ്ട് അക്വാ ഫാമിൽ ഏഞ്ചൽസിന് ചെയ്തേക്കുന്നത്. ഏഞ്ചൽസ് ഒരുപാട് പുതിയ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ അവർ തന്നെ പുതിയ സ്ട്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ സ്ട്രെയിൻ നമുക്കിന്ന് പരിചയപ്പെടാം. നമുക്ക് ചിച്ചിൽഡിൻ്റെ വേറെ വെറൈറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. സിക്ലെറ്റ്സിൻ്റെ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ടാങ്കിൽ കാണുമ്പോൾ നമുക്ക് പാരറ്റിൻ്റെ ഒരു പ്യുവർ വൈറ്റ് ഒരു സ്ട്രെയിന് കാണാൻ പറ്റും. പാരറ്റിൻ്റെ റെയർ സാധനമാണ്. പാരറ്റിൻ്റെ പ്യുവർ വൈറ്റ്. എല്ലാത്തിലും നല്ല ഫ്രൈസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏഞ്ചൽസിൻ്റെ ഫ്രൈസ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഓണറിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഫാം ചെയ്യുന്ന ഓണറിനെ നമുക്ക് പരിചയപ്പെടാം എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷി ഫ്രണ്ട് അക്വാ ഫാമിൻ്റെ ഓണർ. അപ്പോൾ ചേട്ടൻ പരിചയപ്പെടുത്തും. ഇത് ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ പേര്? എൻ്റെ പേര് ജോജി എന്നാണ്. ഓക്കെ. സ്ഥലം എന്ന് പറയുന്നത് നെടുമങ്ങാട് ഉഴപ്പാകുണത്ത് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് അകത്തേക്ക് വരും. കറക്റ്റ് സ്ഥലം കുരിശടിമുക്ക് താളിക്കുമ്പോളെന്ന് പറയും. താളിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എൻ്റെ ഫാമിൻ്റെ പേര് ഫിഷി ഫ്രണ്ട് അക്വാ ഫാം എന്നാണ്. ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഏഞ്ചൽസ്, പ്ലാറ്റി, ഗപ്പി, സോട്ടയിൽ, പിന്നെ ബെറ്റാസ്, പിന്നെ കുറച്ച് സിക്ലെറ്റ്സും ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിന്റെ ഉണ്ടല്ലേ? പ്ലാന്റ്സും ചെറിയ രീതിയിൽ അക്വാ പ്ലാന്റ്സ് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ പേര്? അഖില. ഓക്കെ. അഖില നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ചേട്ടന് ജോലിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരു ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഒരു ഫിഷസിനെ ഇവിടെ ഉള്ള ഫിഷസിനെ നമുക്ക് പരിചയപ്പെടാം. മെയിനായിട്ട് ചേട്ടൻ ഫോക്കസ് ചെയ്യുന്നത് ഏഞ്ചൽസ് ആണല്ലേ? പ്ലാറ്റി. ഓക്കെ ഓക്കെ. മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ബയോ ഫിൽട്ടർ ആണ് നമുക്കിവിടെ വെച്ചിട്ടുള്ളത്. ഫിഷസിന് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു ഫിൽട്ടറാണ് ബയോ ഫിൽട്ടർ. കൂടുതൽ നമുക്ക് ഫിഷസിന് ബ്രൂഡ് സ്റ്റോക്കിന് വേണ്ടി മാത്രം അല്ലേ? ബ്രൂഡ് സ്റ്റോക്കിനാണ്. കാരണം ബ്രൂഡ് സ്റ്റോക്കിന് ഇപ്പോൾ നമ്മൾ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ പെയർ എപ്പോഴും സേഫ് ആയിരിക്കും. കുഞ്ഞുങ്ങളെക്കാൾ നമുക്ക് ബ്രൂഡ് സ്റ്റോക്ക് ഡിസീസ് ഒന്നും വരത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബ്രീഡിങ്ങും കെയറിങ്ങും അതിൻ്റെ ഫുഡ് കൊടുക്കുന്ന രീതികളും നമുക്കെല്ലാം പരിചയപ്പെടാം. നമുക്ക് എന്തായാലും ഫിഷസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഏഞ്ചൽസിലോട്ട് ആദ്യം തുടങ്ങാം.
ഏതാട്ടാ ഇത് സ്ട്രെയിൻ നടക്കുന്നത് ഇപ്പോൾ? ഇത് ഗോൾഡൻ ഏഞ്ചൽ ആണ്. ഗോൾഡൻ ഏഞ്ചൽ അല്ലേ? നമ്മൾ അത്യാവശ്യം ബൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. നല്ല രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. മാർബിൾ ഏഞ്ചൽ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ തരുന്ന ഒരു ഐറ്റമാണ് ഈ ഗോൾഡൻ ഏഞ്ചൽ. ടോപ്പൊന്നും ആൾക്ക് പറയാം, ടോപ്പിൽ മാത്രം ഗോൾഡ് വരും അല്ലേ? ഗോൾഡ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത ഇത് നമ്മുടെ കോയിയാണ്. കോയി മാർബിൾ ആണോ? കോയി മാർബിൾ കോയി ഐക്കോറേജ് കോയി ഇറങ്ങിയുള്ള കോയിയാണത്. റെഡ് ഡബിൾ എന്നൊക്കെ പറയില്ല, ആ ലൈനേജിലുള്ള കോയിയാണത്. ഇവരുടെ ബേബീസിൽ നമുക്ക് റെഡ് ഡബിൾസും കിട്ടും, അതുപോലെ തന്നെ കോയിസും കിട്ടും. എല്ലാത്തിലും pH മെയിൻറ്റെയിൻ ചെയ്താണോ പോണാട്ടോ? അതെ അതെ, എല്ലാത്തിലും നമ്മൾ അതിനകത്ത് ബഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ കക്കയുടെ ഷെല്ല് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ന്യൂട്രൽ ആയിട്ട് തന്നെ ആയിരിക്കും ഫിൽറ്ററിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കണ്ട ഈ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ നമ്മുടെ ടൈൽസ് ഒക്കെ വെച്ചിരിക്കുന്നത് സംഭവം ഏഞ്ചൽസിന് അങ്ങനെ വെക്കുന്നതാണോ അതോ? നമ്മള് ആ ടൈൽ വെച്ചു കൊടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിലാണ് അവർ മുട്ടയിടുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള സർഫസ് ആണ് അവർ എപ്പോഴും മുട്ടയിടാൻ പ്രിഫർ ചെയ്യുന്നത്. പല ബ്രീഡിംഗ് കോണുകളുണ്ട്, നമുക്ക് വേണമെങ്കിൽ പൈപ്പ് ചരിച്ചു വെച്ചു കൊടുക്കാം, എഗ്ഗൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് മാറ്റി വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇതിനകത്ത് തന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണോ? നമ്മള് രണ്ട് രീതിയിൽ നമുക്ക് ഹാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പാരന്റ്സിനോട് വിട്ടിട്ട് നമുക്ക് ഹാച്ച് ചെയ്യാം. അവർ തന്നെ കുഞ്ഞുങ്ങളെ വിരിച്ച് നോക്കിക്കോളും. നമുക്ക് നമ്മൾ തന്നെ, അതായത് നമ്മൾ മുട്ട മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ വീണ്ടും ഒരു എഗ് ചെയ്യും. 15 ദിവസം കൂടുമ്പോൾ എഗ് ചെയ്യും. അതിനുള്ളിൽ തന്നെ എഗ് ചെയ്യും. എന്നാലും ചെറിയ വേരിയേഷൻസ് വരുള്ളൂ, എന്നാലും ആ ഒരു റേഞ്ചിനകത്ത് അവർ എഗ് ചെയ്യും. നമ്മൾ അവർ കുഞ്ഞുങ്ങളെ അവരെ കൂടെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 1.5 മാസം കഴിയും. ആ കുഞ്ഞുങ്ങളൊന്ന് സൈസ് അല്ലെങ്കിൽ നമ്മൾ അവർ പിടിച്ച് മാറ്റിയതിനു ശേഷം പിന്നെ അവർ എഗ് ചെയ്യണം. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ എണ്ണം വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. എഗ് മാറ്റി മാറ്റുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എഗ് മാറ്റുമ്പോൾ അതുപോലെ ഓക്സിജൻ ഒക്കെ ഇട്ട് ചെയ്യണോ? അതെ, നമ്മൾ എഗ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 5 ലിറ്ററിന്റെ ബക്കറ്റ് ഉണ്ട്. 5 ലിറ്ററിന്റെ ബക്കറ്റ്, ആ ബക്കറ്റിലേക്ക് എഗ് മാറ്റി വെക്കും. അതിനകത്ത് എയറേഷൻ കൊടുത്തിട്ട് മെത്തലിൻ ബ്ലൂവിലാണ് പൗഡർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ലിക്വിഡ് കടയിൽ നിന്ന് വാങ്ങുന്ന ലിക്വിഡ് ഉപയോഗിക്കാതിരിക്കണം നല്ലത്. നന്നായിട്ട് ചെയ്യുന്നവര് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ പൗഡറിന് കോസ്റ്റ്ലി ആണ്, 450 രൂപ എന്തോ ആണ് 25 ഗ്രാമിന്. അപ്പൊ അത്രയും എഫക്ട് ഉണ്ടോ, ബെനിഫിറ്റ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് 15 ദിവസത്തിൽ ഒരിക്കൽ മുട്ടയിടോ? ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആവറേജ് കാൽക്കുലേഷൻ വെച്ച് കിട്ടും. ഓക്കെ. അപ്പൊ അടുത്ത സ്ട്രെയിനുള്ള ഇത് പ്ലാറ്റിനം വൈറ്റ് പോൾ സ്കെയിൽ ആണ്. ബോഡി നോക്കി അറിയാം, നല്ല രീതിയിൽ ഡയമണ്ടിന്റെ ഒരു സ്കെയിൽസ് പോലെ തിളങ്ങുന്നതാണ് പ്ലാറ്റിനം വൈറ്റിന്റെ. ഇത് പേൾ സ്കെയിൽ എല്ലാത്തിലും വരും, ഗോൾഡിലും പേൾ സ്കെയിൽ ആ ഒരു ട്രൈറ്റ് എല്ലാത്തിലും എല്ലാ സ്ക്രീനുകളും ഉണ്ടാവും. പ്ലാറ്റിനം വൈറ്റിന്റെ പേൾ സ്കെയിൽ ആണ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള നല്ല പ്രൈസ് ഉണ്ടല്ലേ? അതെ. ഇത് ഈ ഒരു ഫുഡിനാണോ? ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഏതൊക്കെ ഫുഡാ ഇവിടെ കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ആർട്ടീമിയ ഓയിസൈഡ് റെഡ് ഡ്രിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. അത് ഹാച്ച് ചെയ്തിട്ട് ഒരു 10-12 ദിവസം കൊടുക്കും. അതിന്റെ കൂടെ തന്നെ ഈലാർവലിന്റെ പൗഡർ ഫീഡ്. അത് ഈലാർവൽ നമുക്ക് കളറിംഗ് കറക്റ്റ് ആയി കിട്ടുമല്ലേ? കളറിംഗ് ആയി കിട്ടും. ഗ്രോത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഗ്രോത്തിനാണ് ഉപയോഗിക്കുന്നത്. സ്ട്രിംബ് ഫീഡാണ്. അത് ഗ്രോത്ത് നല്ല രീതിയിൽ കിട്ടും. നമുക്ക് സിക്ലെറ്റ്സിനെ മാത്രം കൊടുക്കുന്നതാണ് നല്ല കേട്ടോ. അല്ലാതെ പ്രസവിക്കുന്ന മത്സ്യങ്ങൾക്കൊന്നും ഈലാർവൽ കൊടുക്കരുത്. സ്പൈൻസ് ബെൻഡ് ആയി പോകും. അങ്ങനെ ബെൻഡ് വരുമല്ലേ? പ്ലാറ്റീസ് ഹോട്ടൽ ഇങ്ങനെയുള്ള ഒരു ഫിഷിന് ഈലാർവൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് കൊടുത്താലും വലിയ പ്രശ്നമില്ല, സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ബെൻഡ് വരും. നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ ലൈവ് ഫീഡിംഗ് ആണ് ഇതിന് മിക്കതും കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈലാർവലിലേക്ക് മാറി. ഈലാർവലിന്റെ സൈസ് ഉണ്ട്. ആദ്യം 100, പിന്നെ നമ്മൾ 200 മൈക്രോൺ ഉണ്ട്, അത് കൊടുക്കും. വലുതാവുന്ന സൈസ് മാറ്റി കൊടുക്കും. പിന്നെ നമ്മള് അത്യാവശ്യം ഒരു ബട്ടൺ സൈസ് കഴിയുന്നതുകൊണ്ട് ഗ്രോവലിന്റെ ടോപ്പ് ഫീഡ് ഉണ്ട്, അതും ഈലാർവലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. അത് ഈ ഫുഡ് അടി കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലോ. അതാണ് നമ്മൾ ഈ ഫീഡിംഗ് ട്രേ വെച്ചിരിക്കുന്നത്. അപ്പൊ അതോടെ എടുത്ത് മാറ്റിയാൽ നമ്മൾ ഈ ഫീഡിംഗ് ട്രേക്ക് അതാണ് ഫുഡ് വയ്ക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. നല്ല സൗകര്യമാണ്. ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഓവറായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഈ ടാങ്കിൽ ഇത്തിരി ഓവറായിട്ട് ഫുഡ് ഉണ്ട്, അപ്പൊ നാളെ നമുക്ക് അത് കുറച്ചിടാം. മനസ്സിലാവാൻ പറ്റില്ലേ? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ബേബീസിന് വേറെ ഡിസ്റ്റർബൻസും ഇല്ല. ഓക്കെ. പിന്നെ വീക്ക്ലി നമ്മൾ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യും. 30% വാട്ടർ ചേഞ്ച് ചെയ്യും. 30% വീക്ക്ലി വൺസ് മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മൾ വേസ്റ്റ് മാത്രം പിപ്പറ്റ് വെച്ചിട്ട് പിക്ക് ചെയ്ത് കളയും. ഇത് ഫുള്ള് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ബയോ ഫിൽട്ടർ ഉള്ളതുകൊണ്ട്. അല്ലാത്തവര് ഫുള്ള് മാറ്റുന്നതായിരിക്കും നല്ലത്. 10% ഡെയിലി ബയോ ഫിൽട്ടർ ഇല്ലാത്ത അത്രയും സേഫ് ആയിരിക്കും അല്ലേ മീൻ ഫിഷസിന്. ബ്രൂഡ് സ്റ്റോക്ക് സേഫ് ആണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ബാച്ച്. ഇതിലേട്ടാ ഇത് മെയിൻ ആയിട്ട് നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും? മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റും, പക്ഷെ എല്ലാ ഫിഷിലും അത് പോസിബിൾ ആണോന്നില്ല. മെയിൻ ആയിട്ട് മെയിലിന് നല്ല രീതിയിൽ ഹമ്പ് ഉണ്ടാവും. പിന്നെ ബോഡി നമ്മൾ അതിന്റെ ഫിൻസ് അല്ലാതെ അതിന്റെ ബോഡി നോക്കുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും മെയിൽസിന് റൗണ്ട് ഷേപ്പ്. പിന്നെ മെയിൽസ് ഫീമെയിലിനേക്കാളും കുറച്ചുകൂടി സൈസ് വലുതായിട്ടും വളരും.
ഫീമെയിൽസിന് കുറച്ചുകൂടി സൈസ് വലുതായിട്ട് കാണും. ഓക്കെ. നമുക്ക് എല്ലാ ഫിഷിനും കോമൺ എന്നാലും 90%, 95% അങ്ങനെ തന്നെയാണ്. ഈ ഹമ്പിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വന്നാലേ ഉള്ളൂ. നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇവരെ ട്യൂബ് കാണും. ഒരു ഷേപ്പ് ഒക്കെ വെച്ച് നമുക്ക് കൺഫേം ചെയ്യാം. നമുക്ക് ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് അതിന്റെ ട്യൂബ് ബ്രീഡിംഗ് ടൈമിൽ ഒരു ട്യൂബ് വരും. എഗ് ട്യൂബ് വരും. ഫീമെയിൽസിന്റെ ട്യൂബ് വരും. ഫീമെയിൽസിന് ആൻഡ് മെയിലിനാണെങ്കിൽ മെയിലിന്റെ ട്യൂബ് വരും. അല്ലാതെ മെയിലും ഫീമെയിലും ആദ്യമേ നമുക്ക് മാറ്റിയിടാൻ പറ്റത്തില്ല. പെയർ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. മാറ്റിയിടാം. അടുത്തേതാ? ഇത് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത ഒരു ക്ലൗൺ എന്ന് പറയുന്നത്. ഇവിടെ ഡെവലപ്പ് ചെയ്ത. അതെ. ഇത് ഈ ഐറ്റം സിൽവർ ക്ലൗൺ ആണ്. സിൽവർ ക്ലൗൺ. ഇതിന്റെ പേരന്റ്? അതിന്റെ പേര് ഞാൻ കാണിച്ചു. സ്റ്റേബിൾ സാധനമാണോ? അത് സ്റ്റേബിൾ ആണ്. ഇതിൽ നമ്മൾ ആക്ച്വലി ഇതിപ്പോ F1 ആണ്. F2 ലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ബ്ലൂ കിട്ടും. ഫിലിപ്പിൻ ബ്ലൂവിന്റെ ക്ലൗൺ കിട്ടും. അതിനുവേണ്ടി നമ്മളിപ്പോ റൈസ് ചെയ്യാണ്. ചേട്ടാ ഇങ്ങനെ പുതിയ സ്ട്രെയിനുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ആൽബിനാണോ? അത് ഇതില് നമുക്കുള്ളത് ഒരു പീസ് ആൽബിനാണ്. ഇത് സിൽവറിന്റെ ആൽബിനാണ്. അപ്പൊ ഇതില് നമ്മൾ ഇതൊരു പോയിന്റിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. അടുത്ത് സ്ട്രെയിൻ ഡെവലപ്പിന് വേണ്ടി. അതെ. ഓക്കെ. ഇത് സിൽവർ ആൽബിനോ എന്ന് പറഞ്ഞ ഐറ്റമാണ്. കൂടുതൽ ആൾക്കാർ ഡാൻഡോ എന്ന് പറഞ്ഞൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് സിൽവറിന്റെ ആൽബിനോ ആണ്. സിൽവർ ആൽബിനോ ആണ്. ഇത് പേരായോ അല്ലേ? അത് പേരാണ്. കുഞ്ഞിറങ്ങിയില്ല, മുട്ടയിട്ടില്ല. ആദ്യം ഒരു പ്രാവശ്യം എഗ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവർ തന്നെ കഴിച്ചു. അങ്ങനെ കഴിക്കും അല്ലേ? അത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു പുതിയ പേർ ബോണ്ടിങ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 പ്രാവശ്യം അവറേജ് പറയാണ്. ഫസ്റ്റ് ബാച്ചിലും സക്സസ് ആവും, ഇല്ലെന്നല്ല. എങ്കിലും അവര് ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. അവർക്ക് അറിയില്ല എങ്ങനെയാണ് അവരെ കുഞ്ഞുങ്ങൾ. ചിലപ്പോ എണ്ണം കുറവാണെങ്കിൽ അവർ കഴിച്ചു കളയും. ഒരുപാട് എഗ് ഫംഗസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവര് കഴിച്ചു കളയും. അതുകൊണ്ടാണ് 2 3 നമുക്ക് പിന്നെ ഇതിനെ ബ്രീഡിംഗ് കേജ് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ആദ്യത്തെ എടുത്ത് മാറ്റാം. പിന്നെ ആദ്യം പറഞ്ഞല്ല, ഇത് എടുത്ത് മാറ്റി ഓക്സിജൻ ഒക്കെ ഫസ്റ്റ് എഗ്ഗിങ് അവരോട് തന്നെ വിടുകയായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഒരു പാരന്റിങ് കെയർ ആ ഒരു ഫോം ചെയ്യാൻ വേണ്ടി അങ്ങനെ അവരോട് തന്നെ വിടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ പാരന്റിങ് കെയർ എന്ന് പറഞ്ഞില്ലേ ചേട്ടാ? അപ്പൊ അത് നമ്മൾ ഈ ഒരു ടൈൽസിന്റെ അടുത്ത് മാറ്റുമ്പോഴത്തേക്ക് അത് കിട്ടത്തില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. ഫിഷിന് കുഴപ്പമില്ല. ആക്ച്വലി നമ്മള് ഇവര് വൈൽഡിൽ അങ്ങനെ ആണല്ലോ. പേരൻസ് ആണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത്. ഫുള്ള് നമ്മള് അങ്ങനെ, അതായത് ഒരു ബാച്ച് പോലും അവരുടെ കൂടെ വിടാതെ നമ്മൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ലൈനേജ് പോകുമ്പോ അവർക്ക് ആ ഒരു ടെൻഡൻസി കുറയും. ഇപ്പൊ ഒരു നോർമലായിട്ട് ഒരു ഫിഷ് വലുതായി വരുമ്പോ അതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ടെൻഡൻസി ആൾറെഡി ഉണ്ട്. അതിന്റെ കുഞ്ഞ് ബ്രീഡായി കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അതിന് നോക്കാനുള്ള ഒരു കെയറിങ് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് തകർക്കാതെ കൊണ്ടുപോകാം. പിന്നെ അവരുടെ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന നല്ല രസമല്ലേ? ഞാൻ ശ്രദ്ധിച്ചു, ഭയങ്കര രസമാണ് അത് കാണാൻ. നല്ല രീതി കയറിയേ. അടുത്ത ഇതൊരു ബ്ലൂ കോയി ആണ്. ബ്ലൂ കോയി അല്ലേ? അതിപ്പോ ഇന്ന് കുഞ്ഞുങ്ങളെ ഫ്രീസുമായി തുടങ്ങിയതാണ്. ഇത് നമ്മളിവിടെ ചെയ്ത ഒരു സ്പൈനാണ്. അപ്പോ ഇതിന്റെ ബേബീസ് ഇനിയിപ്പോ വലുതായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈനിന്റെ റിസൾട്ട് കിട്ടും. അറിയാൻ പറ്റും. ഇതിന്റെ ബേബീസ് വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേബിൾ ആണോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. ബ്ലൂ കോയി ആണ്. ബ്ലൂ കോയി. ഓക്കെ. ഇത് ചോക്ലേറ്റ് ആണ്. ബ്ലൂ ചോക്ലേറ്റ് എന്ന് പറയും. ഇതല്ലേ? അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. മാർക്കറ്റിൽ അത്യാവശ്യം പുതിയൊരു സ്പെയിൻ ആണ്. ബ്ലൂ ചോക്ലേറ്റ്. ബ്ലൂ ചോക്ലേറ്റ്. ഇത് രാത്രി നല്ല രസമാണ്. നമ്മള് ബാക്ക്ഗ്രൗണ്ട് കൂടുതലും ഡാർക്ക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏഞ്ചൽസിനെ കാണാൻ നല്ല രസമായിരിക്കും. ഞാനിവിടെ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ആൽഗെ എന്തായാലും ടാങ്കിന് നല്ലതാണ്. ആ ഒരു നാച്ചുറൽ സെറ്റപ്പ് തന്നെയാണ് ചെയ്യുന്നത്. വലിയ ഫാൻസി സെറ്റപ്പ്. അതിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് അവര് ആ സമയത്ത് വേണം കഴിച്ചോളൂ. അതെ കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആൽഗേസ് അവര് കഴിച്ചോളൂ. ഓക്കെ. ഇത് ചോക്ലേറ്റ് ബ്ലൂ അല്ലേ? ബ്ലൂ ചോക്ലേറ്റ്. ചെറിയ ബ്ലൂ ഷെയ്ഡും കയറും. ലൈറ്റിംഗ് നൈറ്റ് കാണാൻ കറക്റ്റ് കളർ നല്ല രീതിയിൽ ബ്ലൂ ആയിട്ട് വരും. ഓക്കെ. ഇത് മാർബിൾ ആണ്. മാർബിൾ നമ്മൾ കാണുന്ന ഗോൾഡൻ മാർബിൾ ആണ്. ഇത് ഫീമെയിൽ ആണ്. മെയിൽ. ഓക്കെ. 2 മാർബിൾ ആണോ? മെയിലും ഫീമെയിലും? മാർബിളിന്റെ പേരാണ്. ഓക്കെ ചേട്ടാ. അപ്പൊ ഈ ഏഞ്ചൽസ് നമ്മള് മെയിലും ഫീമെയിലും വേറെ സ്ട്രെയിൻ ഇട്ട് കഴിഞ്ഞാൽ ക്രോസ് ആവുമോ? ഗപ്പീസ് ക്രോസ് ആവും പോലെ? ക്രോസ് ആവും. പക്ഷെ ഗപ്പീസ് സ്പേം സൂക്ഷിച്ചു വെക്കുമല്ലോ. അവർക്ക് അങ്ങനെയില്ല. എക്സ്റ്റേണൽ ആയിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫീമെയില് നമ്മൾ വെച്ചെടുക്കുന്ന ആ മീഡിയത്തിൽ അവർ എഗ് ചെയ്യും. മെയില് പോയി ഫെർട്ടിലൈസേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. എഗ് ഫെർട്ടിലൈസ് ചെയ്യും. എഗിന്റെ മുകളിൽ സ്പേം ഫ്ലാഷ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, ഫിഷുകൾ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. നമുക്കിപ്പോ 2 സ്പെയിന് ക്രോസ് ചെയ്യണമെങ്കിൽ 2 ഫിഷിനെ ഇട്ട് ക്രോസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ മാർക്കറ്റ് റേറ്റ് കിട്ടും. അതാണ് അങ്ങനെയാണ് നമുക്ക് പുതിയ സ്ട്രെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതാവും. അതെ. ഓക്കെ.
ഓക്കെ. ചേച്ചിക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയോ ഇതൊക്കെ? അങ്ങനെ പഠിച്ചതാണ് കല്യാണം കഴിഞ്ഞ് വന്ന്. ഓക്കെ. പിന്നെ ഇത് ബ്ലൂ ആണ്, ഫിലിപ്പിയൻ ബ്ലൂ എന്ന് പറയുന്നത്. ഫിലിപ്പിയൻ ബ്ലൂ അല്ലേ? ഇതൊരു ഗോൾഡ് മാർബിൾ ആണ്. ഫിലിപ്പിയൻ ബ്ലൂ ടെയിലിന്റെ നല്ല ഇതുണ്ടല്ലേ ഭംഗി. ഇതും നൈറ്റ് കാണുമ്പോൾ അവർ ഭയങ്കര രസമാണ്. ആ സമയത്താണ് നല്ല ക്ലിയർ ഒരു കളർ കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ട് വയ്ക്കണം. നല്ല കളർ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് ടക്സിഡോ ഏഞ്ചലാണ്. ടക്സിഡോ ഏഞ്ചൽ. ടക്സിഡോ ഹാഫ് ബ്ലാക്ക് എന്ന് പറയുന്നത്, പകുതി ഭാഗം ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ബേബീസിന് അധികം നമ്മളിങ്ങനെ ടക്സിഡോ പാറ്റേൺ വരുന്നത് കുറവാണ്. ബേബീസിന് കിട്ടത്തില്ല. ഇത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടക്സിഡോ പാറ്റേൺ എൻവിറോൺമെന്റ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ലൈറ്റിങ്ങിനാണ് മെയിൻ ആയിട്ട്. അപ്പോ ഇപ്പൊ 1-2 ബാച്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതില് വളരെ എണ്ണം കുറച്ച് മാത്രമേ ഈ ടക്സിഡോ പാറ്റേൺ വരുന്നുള്ളൂ. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പാറ്റേൺ എക്സ്പ്രസ് ആവും തോന്നുന്നു. ചെയ്ത് നോക്കണം. ഇവിടെ നമ്മൾ അങ്ങനെ അധികം ആർക്കും ടക്സിഡോസ് കിട്ടുന്നില്ല എന്നാണ് പുതിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇത് ക്ലൈമറ്റിനാണോ? ക്ലൈമറ്റ് ലൈറ്റിംഗിന്റെ ഇഷ്യൂ ആണെന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റ് ഡിം ചെയ്യേണ്ടി വരും ടക്സിഡോക്ക്. എന്നാ ബേബീസ് കറക്റ്റ് ആയിട്ട്, കാരണം വെച്ചാൽ അല്ല നമ്മൾ ലൈറ്റിംഗ് വളർത്തുന്നതിന് ഒട്ടും തന്നെ എക്സ്പ്രസ് ആവുന്നില്ല. അങ്ങനെ ചെയ്ത് നോക്കാം. ടിക്സിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ എല്ലാ പീസിനും ടക്സിഡോ ഉണ്ടെങ്കിൽ കൂടി എക്സ്പ്രസ് ആവണമെന്നില്ല പറയുന്നത്. ഓക്കെ ഓക്കെ. ഇതിപ്പോ നമുക്ക് ബേബീസ് ഒരിക്കൽ എഗ് കിട്ടി നമുക്ക് ബേബീസ് കിട്ടുമല്ലോ. അത് എത്ര ദിവസത്തിലാ പൂർണ്ണ വളർച്ച എന്ന് പറഞ്ഞാൽ ഉണ്ടാവും? 6 മാസം 7 മാസം. 6 മാസം 7 മാസം നമുക്ക് ബ്രീഡിംഗ് ടൈം ആവും. ബ്രീഡിംഗ് സമയം 6 മാസം 7 മാസം അല്ലേ? അപ്പൊ നമുക്ക് അതിന് മുന്നേ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ പെട്ടെന്ന്? എന്തായാലും 5 മാസമെങ്കിലും കഴിയണം. കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 15 ദിവസത്തിൽ ഒരിക്കൽ മുട്ടയിടും അല്ലേ? മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 5 മാസം മാറിയെന്നിരിക്കും. അങ്ങനെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ കൊടുക്കുന്ന ഫുഡ്, ആ പേരിന്റെ ഹെൽത്ത്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. ഇത് നമ്മള് ബ്ലൂ സ്മോക്കി. ഇത് ചോക്ലേറ്റിന്റെ പോലത്തെ ഒരു ഇതല്ലേ? കവറേജ് വരില്ല, കുറച്ചുകൂടി കവറേജ് കുറവായിരിക്കും. ഈ ഒരു ഡാർക്ക് പാറ്റേൺ വരുന്നത് കുറച്ചുകൂടി കുറവായിരിക്കും. ഇത് നന്നായിട്ട് അറിയാന്നുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? അല്ലാത്തവർക്ക് ഇതിലിപ്പോ അതുപോലെ മെയിലിന്റെ ട്യൂബ് ചെറിയ രീതിയിൽ വിസിബിൾ ആണ്. ട്യൂബ് ചെറിയ രീതിയിൽ വിസിബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ആ മെയിലിന്റെ ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് റൗണ്ട് ആണ്. ഓക്കെ, മനസ്സിലായി. ഫീമെയിലിന്റെ ഹെഡ് കുറച്ച് ആരോ ഷേപ്പ് ആയിട്ട് വരും. ആ ഹെഡ് നോക്കിയാണ് മെയിലും ഫീമെയിൽ കറക്റ്റ് കണ്ടുപിടിക്കുന്നത്. ആ ബോഡി ഷേപ്പും ഹെഡിന്റെ ട്യൂബ് വരണം. ഓക്കെ. ട്യൂബ് വരുന്നത് കാണപ്പെടുന്നത് ഒരു ബ്രീഡിംഗ് ടൈമിൽ ട്യൂബ് വരും. മെയിലിന് ഫീമെയിലിന് ട്യൂബ് വരും. ഓക്കെ ഓക്കെ. ഇത് പ്ലാറ്റിനം വൈറ്റ് ആണ്. ഒരു പീസ് വെയിൽ ടൈലും ആണ്, ഒരു പീസ് നോർമൽ ആണ്. ഓക്കെ. പ്ലാറ്റിനം വൈറ്റ് നോർമലും, പ്ലാറ്റിനം വൈറ്റ് വെയിൽ ടൈൽ. വെയിൽ ടൈലിന് ഇച്ചിരി എനിക്ക് തോന്നുന്നു ആ ഒരു ടൈലും ഫിന്നും എല്ലാം കൂടുതലാണല്ലേ? അത് മെയിൽ പീസ് ആണോ? അത് ഫീമെയിൽ ആണ്. ഓക്കെ ഓക്കെ. നല്ല ഫീമെയിൽ, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇയർ ഒക്കെ നല്ല വലിയ ഇയർ അല്ലേ? അതെ, ഇതും അത് പ്ലാറ്റിനം വൈറ്റിന്റെ പേര് തന്നെ. വൈറ്റിന്റെ മെയിലും ഫീമെയിൽ പ്ലാറ്റിനം വൈറ്റ് തന്നെ. നല്ല പ്രൈസും ഉണ്ട്. പ്രൈസ് ഒരു പ്രാവശ്യം കുഞ്ഞിറങ്ങുമ്പോ എത്ര ഇത് കിട്ടും? ആ റേഞ്ച് കിട്ടും. ഓക്കെ ഓക്കെ. അതെല്ലാം കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ഈ 300-800 എന്നുള്ള ഒരു പ്രൈസ് കിട്ടുമല്ലോ, അതെല്ലാം നമുക്ക് അത് സേവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം വെച്ചാൽ വാട്ടർ ക്വാളിറ്റി നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ക്ലൈമറ്റ് തണുപ്പ് വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ പണിയാണ്. എന്നാലും കിട്ടും. ആവറേജ് എന്തായാലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 90% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 90% കിട്ടും. അതും കുഴപ്പമില്ല, നഷ്ടമല്ല. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഡബിൾ ആണ്. ഓക്കെ. മെയിലും അല്ല 3 പീസ് കിടപ്പുണ്ടല്ലേ? നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാം. അത് 2 മെയിൽ ഒരു ഫീമെയിൽ ആണെന്നാണ് കൺഫേം ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ. അത് ഫീമെയിൽ അതിൽ പെയർ ആയിട്ടില്ല. അത് ഇപ്പൊ ഇവിടെ സ്ട്രെയിഞ്ച് ഡെവലപ്പ് ചെയ്തെടുക്കാം ഉള്ളത് തന്നെ, മാർക്കറ്റിൽ ഉള്ളതാണ്. നല്ല ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഡബിൾ. റെയർ ആണോ? റെയർ അത്യാവശ്യം അധികാരമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ കോയിന്ന് തന്നെയാണ് ഹൈ കവറേജ് സാധനം ഇറങ്ങുന്നത്. അത് നമ്മള് പിന്നെ ചൂസ് ചെയ്ത് നമ്മൾ കുറച്ച് അധികം സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ക്വാളിറ്റി വീണ്ടും കയറും. ആ ഒരു ബോഡി ഫുള്ള് കവറേജ് ഉള്ള പീസുകളും അതിന്റെ ഷേപ്പ് അനുസരിച്ചുള്ള പീസുകളും നമ്മൾ ചൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ലൈനേജ് പോകുമ്പോൾ വീണ്ടും നല്ല നല്ല കവറേജ് കൂടി വരും. ഓക്കെ. നമുക്ക് ഈ ഭാഗത്ത് ഫുള്ളും ഫ്രൈസ് ആണല്ലേ കിടക്കുന്നത്? ഇവിടെ ഫുള്ളും ഏഞ്ചിന്റെ ഫ്രൈസ് ആണ്. ആ
താഴെ കുറച്ച് ഗപ്പീസിന്റെ പൈസ ആണ്. ഇത് സോഡല്ലേ? അത് സോഡാണ്. ഒരു സ്ട്രെയിൻ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇട്ടാക്കുമാണ്. സോഡിന്റെ സ്ട്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടല്ലേ? ഒരു ഹൈഫിൻ വെറൈറ്റി നമ്മളിവിടെ ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ എനിക്കൊരു ഇടയ്ക്കൊരു ഹൈഫിന്റെ ആൽബിനോ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മെയിലേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിപ്പോ നമ്മൾ ക്രോസ് ചെയ്ത് ഇട്ടിരിക്കുന്ന ബിസിനസ്. ഇതിൽ നിന്ന് ഇറങ്ങുന്ന ബാച്ചിൽ നമുക്ക് ആൽബിനോ കിട്ടും. ആൽബിനോ അല്ലാതെ മാർക്കറ്റിൽ ഇല്ല അല്ലേ? ബ്ലാക്ക് ഐ മാത്രമേ വരുമ്പോഴത്തേക്കാണ് ഇവരുടെ റെഡിഷ് ബ്ലഡ് കളറേഷൻ അവര് ഭയങ്കര മാർക്കറ്റാണ്. അല്ലെങ്കിൽ ബ്ലാക്ക് ഐ മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആൽബിനോ ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ ചെയ്ത ജോലിയെക്കാട്ടിലും ചേട്ടൻ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ജോലി ഇതായിരിക്കും അല്ലേ? ഇത് തന്നെ അല്ലേ? എനിക്കും എല്ലാം പുതിയ സ്ട്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. 2 വർഷം എടുക്കും ചേട്ടാ? 2 വർഷം എടുക്കും. അത് അത്ര സമയം വേണം. പുതിയ ഏഞ്ചൽസ് പുതിയ ഡെവലപ്മെന്റ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പൊ അത്രയും മാർക്കറ്റ് റേറ്റും കൂടുതലായിരിക്കും, അത്ര സമയം എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ പൈസയെക്കാളും കുറച്ച് ഒരു സന്തോഷമാണ് നമ്മളായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോ. അതെ അതെ അതെ. പിന്നെ ഇത് ഇലക്ട്രിക് ബ്ലൂ അക്കാറയാണ്. ഇതൊരു സിക്ലഡ് ആണ്. ഇവരും ഏഞ്ചലിനെ പോലെ എഗ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ വെർട്ടിക്കൽ സർവീസിലല്ല, കേവുകള്, റോക്സ് അങ്ങനെ ഹൈഡിങ് സ്പേസ് കൂടുതൽ വേണം. അങ്ങനെയാണ് അവര് എഗ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന പോർട്ടിലാണ് അവര് എഗ് ചെയ്യുന്നത്. ഇത് 3 കൺഫേം പേറുകളാണ്. ആദ്യം എഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മേളിലൊരു ടാങ്കിൽ ഇട്ടാണ് പേര് തിരിച്ചത്. ഇത് 4ഉം ഒരേ സ്ട്രെയിൻ വേറെ വേറെയാണോ? അല്ലല്ല, എല്ലാം ഇലക്ട്രിക് ബ്ലൂ അക്കാർ. എല്ലാം ഒരേ ഇതാണല്ലേ? ഇത് ബ്രീഡിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ കളർ ചേഞ്ച് ആയി നല്ല ഡാർക്ക് ആവും. ഓക്കെ ഓക്കെ. ഇത് അപ്പൊ ഈ സെയിം പ്രോസസ് ആണോ ഇതിന്റെ? അത് തന്നെയാണ്. ഫീമെയില് മുട്ടയിടും, മെയില് അതിന്റെ മുകളിൽ കെയർ ചെയ്യും. കുഞ്ഞുങ്ങളെ കഴിക്കത്തില്ല. അവർക്ക് ഈ ഫുഡ് ഇതൊക്കെ തന്നെയാണോ നമ്മളെ സിസ്റ്റം? തന്നെയാണ്. വെജിറ്റബിളും നമ്മളെ മീറ്റും 2 ചേർന്നുള്ള ഡയറ്റാണ് വരുന്നത്. ഇവരെല്ലാം ഒമ്നിവറസ് കാറ്റഗറിയാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഏത് ഫുഡ് നമുക്ക് ആർട്ടിമി ഫ്ലേക്സുകൾ, പെല്ലറ്റുകൾ എന്തും അവർ കൊടുത്താൽ കഴിയും. പിന്നെ ലൈവ് ഫുഡുകൾ കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. ഡാഫ്നിയ, മൊയിന കൊടുക്കാറ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഇതും ഒരിക്കൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവര് ആ പേർ ബോണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ പേർ തന്നെ കീപ്പ് ചെയ്യും. അതാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം എഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് എഗ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ ചെയ്തില്ല. അതാണ് ആദ്യം മേളത്തെ ടാങ്കിൽ അവർ എഗ് ചെയ്തു. അപ്പൊ അവിടെ ഇവര് നിലത്താണ് എഗ് ചെയ്തത്. ഫോട്ടോ വെച്ച് അതിൽ ചെയ്തില്ല. അവിടുന്ന് പേരിനെ പിടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ ഇട്ടതിന് ശേഷം ഒരു 1.5 മാസമായി ഇതുവരെ എഗ് ചെയ്തിട്ടില്ല. തണുത്ത ക്ലൈമറ്റിന്റെ ചൂട് വേണം. വെള്ളത്തിന് കുറച്ച് ഇപ്പൊ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടായിരിക്കാം. എങ്കിലും ഈ പേരിന് മെയിലിന് അത്യാവശ്യം രൂപൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. കളറേഷൻ മാറിയിട്ടുണ്ട്. കളർ ഇതിൽ കൂടുതലാണ്. അങ്ങനെയാണല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഏഞ്ചൽസിനെ പോലെ 15 ദിവസത്തിൽ ഒരിക്കൽ മുട്ടയിടും അങ്ങനെയല്ലോ ഉണ്ടോ? ആ റേഞ്ച് നമ്മളെ മുട്ടയിട്ട് കഴിഞ്ഞാൽ 1 മാസം ആ റേഞ്ചിനകത്ത് അവര് വേണ്ടി അത്രയും കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മുടെ റെഡ് ടോപ്പിന്റെ ബ്ലാക്ക് ആണ്. നമ്മള് പ്രോയിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇത് F1 ആണ്. ഇതിന്റെ ബേബീസ് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല കവറേജ് ഉള്ള പീസുകൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം കവറേജ് ഇച്ചിരി കുറവാണ്, കാരണം കുറച്ച് പീസുകളെ നമുക്ക് സർവേ കിട്ടിയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് റൈസ് ആക്കി എടുത്തതാണ്. ഇനിയിപ്പോ ഇത് നമ്മള് ഇത് ജുവൽ സിക്ലഡ് ആണ്. അത് ഫീമെയിൽ ആണ്. ഇവർ നല്ല രീതിയിൽ ബ്രീഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം അത്യാവശ്യം നമുക്ക് ആവശ്യത്തിലുള്ള അധികം കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. 2000 കുഞ്ഞുങ്ങൾ അടുപ്പിച്ച് നമ്മളുണ്ട്. പുറത്ത് ഗ്രോട്ടിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് തൽക്കാലത്തേക്ക് ബ്രീഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അവർക്ക് ഒരു റെസ്റ്റ് ആണ്. അവര് കണ്ടിന്യൂസ് ആയിട്ട് എഗ്ഗിങ് ആയിരുന്നു. 15 ദിവസം കൂടുമ്പോൾ നല്ല രീതിയിൽ എഗ്ഗ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് റെസ്റ്റ് അതുകൊണ്ട് ആണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവര് കളർ ഫുള്ള് നല്ല ഡീപ്പ് റെഡ് ആവും. റെഡിലേക്ക് മാറും. ഇപ്പോ നമ്മള് പേര് അങ്ങനെ സ്പ്ലിറ്റ് ഇട്ടേക്കുന്നുണ്ടാണ് ആ കളർ അങ്ങനെ നിൽക്കുന്നു. ഫുള്ള് അല്ലെങ്കിൽ റെഡ് ആണല്ലോ, നല്ല റെഡ് ആണ്. ഡാർക്ക് റെഡ് ആവും. ഈ സ്പോട്ടുകളെല്ലാം നല്ല. ഈ സ്ട്രെയിന്റെ പേരെന്തോട്ടാ? ജുവൽ സിഗ്ലഡ് ആണ്. ജുവൽ സിഗ്ലഡ്. ഓക്കെ, ജുവൽ സിഗ്ലഡ്. ഓക്കെ ഓക്കെ. സിഗ്ലഡ്സിൽ ജുവൽ അല്ലേ? ഇത് പ്ലാറ്റിനം വൈറ്റ് പാരറ്റ്. പാരറ്റ് ഫിഷിന്റെ പുതിയൊരു കളറാണ്.
ഇപ്പൊ മാർക്കറ്റിൽ അധികം ആരെടുത്ത് അങ്ങനെ കാണാത്തൊരു ഐറ്റമാണ്. അത് ചേട്ടാ വാങ്ങിച്ചതാണോ? അതെ, അതിന്റെ വളരെ ചെറിയ ബേബീസ് വാങ്ങിയതാണ്. അഡൽട്ട് സൈസ് ആയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഈ സൈസിലെ മാക്സിമം 2 ഇഞ്ച് സൈസ് വലുതാവത്തില്ല കൂടുതൽ, സാധാരണ പേരനെ പോലെ വലുതാവത്തില്ല, 2 ഇഞ്ച് സൈസ് മാക്സിമം ആവുള്ളൂ. ഇതിലിപ്പോ ഒരു 4 മാസം ആയിട്ടുണ്ടാകും, പേറുകളായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഫീമെയിലിന്റെ ബെല്ലിയില് ഒരു ഓറഞ്ച് കളർ വരും. ഫീമെയിൽസിന്റെ മാത്രം? ഇതെല്ലാം മെയിൽസ് ആണ്. അതില് പ്യൂർ വൈറ്റ് ആയിരിക്കും. ഓക്കെ, ഫീമെയിൽസിന്റെ ബെല്ലീസില് ഓറഞ്ച് ഷെയ്ഡ് കാണും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫീമെയിൽസ് കുറവാണോ? ഫീമെയിൽസ് ഉണ്ട്, അത് വരുന്നേ ഉള്ളൂ. 3-4 പീസിൽ ഓറഞ്ച് കളർ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവർക്കും കുറച്ച് ഹൈഡിങ് പ്ലേസുകളൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് സെറ്റ് ചെയ്യണം അല്ലേ ഹൈഡിങ് പ്ലേസ്? ഇതിന് സമയം എടുക്കും നമ്മള്, പിന്നെ കുഴപ്പമില്ല, ഫുൾ ഇതിലായതുകൊണ്ട് ഒരു സന്തോഷവും. ഇതാ ചേട്ടാ പുതിയ സ്ട്രെയിൻ ഡെവലപ്മെന്റ് വേണ്ടിട്ട്. ഓക്കെ, ഇത് ഏതൊക്കെയാ മെയിലും ഫീമെയിലും? ഇതെന്ന് പറയുന്നത് ബ്ലൂ ചോക്ലേറ്റ് ആണ്. ഇത് ബ്ലൂ ചോക്ലേറ്റും ഒരു സിൽവറും കൂടെ സീബ്രയും കൂടെ ക്രോസ് ചെയ്യേണ്ട F1-ലുള്ള ബേബിയാണ്. തിരിച്ച് ബാക്ക് ക്രോസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഈ ലൈനേജിൽ നമുക്ക് റിസൾട്ട് കിട്ടണം. ആദ്യം അവർ എഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊരു 10-20 ബേബീസ് ഉണ്ടായിരുന്നു. വേറെ ബാച്ചിനോട് ഇട്ടിട്ടുണ്ട്. ചെറിയ സൈസാണ്, അറിയാറായിട്ടില്ല. നെക്സ്റ്റ് എഗ്ഗിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് ബ്ലൂ ചോക്ലേറ്റ് ആണ് നിങ്ങൾ അവിടെ കണ്ട ബ്ലൂ ചോക്ലേറ്റ്. ബാക്കി കിടക്കുന്ന എല്ലാം ബേബീസ് ആണല്ലേ? കോഴിയുടെ ബേബീസ് ആണ്. കോഴി മാർബിൾ ആണോ അതോ കോഴിയാണോ? കോഴി. ഇതിൽ കണ്ടോ നല്ല കവറേജ് ഉണ്ട്. ക്യാപ്പാണ് കോഴി. ഇത് ഹൈഫിൻ മാർബിൾ എന്ന് പറയും. ഹൈഫിൻ മാർബിൾ ഒരു പീസ് എങ്ങാണ്ട് അവിടെ ഉണ്ടല്ലേ? മെയിൽ പീസ്, ഫീമെയിൽ ഹൈഫിൻ ആണ്. ഓക്കെ, അതിൽ നല്ല കവർ ആയി വരും അല്ലേ, ഫിന്നും ടെയിലും കാര്യങ്ങളൊക്കെ. ഫിൻസ് വരും. ഇതെല്ലാം സെയിലാണ് ഇട്ടേക്കുന്നത്? സെയിലിനാണ്. ഓക്കെ, സെയിലിനായിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓരോ ബാച്ചുകളാണ്. ഇതിപ്പോ കോഴിയുടെ ബാച്ചുകൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് എല്ലാം ഇതിന്റെ ഏഞ്ചൽസ് എല്ലാം കഴിഞ്ഞല്ലേ? നമുക്കിനി പ്ലാറ്റി നോക്കാം. സിക്ലറ്റ്സ് എത്ര ശ്രീനേട്ടാ ഈ ഒരു ഒറ്റ ഇത് തന്നെ? ജുവല്, പിന്നെ പ്ലാന്റ് വൈറ്റ്. അതും സിക്ലറ്റ്സിന്റെ ഇതിൽ വരുന്നതാണല്ലേ? പാരറ്റ് പോലത്തെ മാൻമെയ്ഡ് ഹൈബ്രിഡ് ആണ്. വൈൽഡിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല. ഇത് പാരറ്റിനെയും കോൺവിറ്റിനെയും ക്രോസ് ചെയ്ത് പോളാർ ബ്ലൂ. ഓക്കെ, അതും അതുപോലെ ഉണ്ടാക്കിയതാണ്. ശരി. ചേട്ടാ ഈ ടാങ്കിന്റെ സൈസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എത്ര? നമ്മളിവിടെ ചെയ്യുന്ന 2 അടി നീളം, 1 അടി ഹൈറ്റ്, 1 അടി വീതി. അത് നമ്മൾ കുറുകനെ വെച്ചേക്കുക, സ്പേസ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെച്ചേക്കാം. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു 1 അടി വെള്ളം കിട്ടുന്ന രീതി, അതായത് ഹൈറ്റ് ഒരു 1.25 അടിയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 അടി വെള്ളം നിർത്താൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫിന്നിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ വെയിൽറ്റേലൊക്കെ തന്നെ ആയാലും നിന്ന് കഴിഞ്ഞാൽ നല്ല ഷേപ്പ്, നല്ല സൈസ് കാണും, അതൊരു ഭംഗിയാണ്. അപ്പൊ അതിനൊന്ന് നിൽക്കാനും, അതായത് ഫിന്നിന്റെ ബെൻഡുകള്, പിന്നെ ഫിന്നിന്റെ ഷേപ്പ്, അതായത് ലെങ്ത്, നമ്മള് 1 അടിയെങ്കിലും ഹൈറ്റ് ഉള്ള വെള്ളമുള്ള ടാങ്കിൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഫിന്നിൽ വരുന്ന ബെൻഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ നോക്കിയെടുത്തോളം നല്ല സ്റ്റോക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ചേട്ടാ ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ചെയ്യുന്നുണ്ട്. കേരളത്തിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പം ബിഗിനേഴ്സ് ആയാലും ഏഞ്ചൽസ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരായാലും, നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ സൈഡിൽ നമ്മൾ പേരും നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നല്ല സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇപ്പം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടനോട് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പം അവർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കൊറിയർ അയക്കുകയാണല്ലോ, അങ്ങനെ ആയാലും ഷിപ്പിംഗ് അവർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വന്ന് നിങ്ങൾക്ക് സാധനം കണ്ടിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല.
കൊറിയർ ആയിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യും. പിന്നെ കൊറിയർ ചെയ്യുമ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ ക്യാഷിന് ഗ്യാരണ്ടി കൊടുക്കണം. ക്യാഷ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു വെച്ചാൽ ഫിഷിന് നമ്മൾ ഗ്യാരണ്ടി ലൈവിൽ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല, ജീവന്റെ കാര്യം. അപ്പം ഫിഷ് നമ്മൾ അയക്കുന്ന സമയത്ത് ഫിഷിന് എന്തെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ ഫിഷ് വീക്കാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ അയച്ചു തന്നാൽ മതി. ക്യാഷ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കും, വേറെ പീസ് നമ്മൾ അയച്ചു കൊടുക്കും. കൊറിയർ ചാർജ് മാത്രം ക്യാഷ് റീഫണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ നിന്നുള്ള നഷ്ടം നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ വെറൈറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കാരണം നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടായിട്ട് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. സെക്കൻഡ് പാർട്ട് ഇനി അടുത്ത് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടവരെല്ലാവരും സെക്കൻഡ് പാർട്ടൂടെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് വെറൈറ്റീസ് തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. സോ അതുകൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക.